ഗായ്സ് അപ്പൊ നമ്മള് 10 കിലോ ഉണ്ണിമേരി എടുത്തിട്ടുണ്ട്. നല്ല മുളകിട്ട് കറി വെക്കാൻ പോവാണ്. മീനൊക്കെ ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുകയാണെങ്കിൽ നല്ലപോലെ ഒന്ന് പറ്റണം കേട്ടോ. നമ്മുടെ മീനെ നമ്മളത് എണ്ണയിലോട്ട് ഇറക്കി കൊടുക്കുവാണേ. ആഹാ ഒരു പീസ് മീൻ ഇങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കണ്ണപ്പ. ഞാൻ നിങ്ങളുടെ സ്വന്തം ദാസപ്പൻ. അപ്പൊ നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു 10 കിലോ ഉണ്ണിമേരി മീൻ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന്മാർ നമ്മളൊന്ന് വെട്ടി കറി വെക്കാനായിട്ട് പോവാണ്, അതുപോലെ തന്നെ വറക്കാനായിട്ട് പോവാണല്ലേ. അപ്പോൾ നമ്മൾ കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ ഒരു വ്ളോഗുമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ മാസം പകുതി ആയപ്പോൾ തന്നെ അമ്മയ്ക്ക് വയ്യാതായിരുന്നു. ഒന്ന് ബാത്റൂമിൽ വീണിട്ട് കൈയുടെ ചെറിയൊരു മുറിവുണ്ടായിരുന്നു കേട്ടോ. അതങ്ങനെ ഇരുന്നിട്ട് ഹോസ്പിറ്റലൊക്കെ പോയിട്ട് മാറിയില്ല. അത് ചെറിയൊരു ഇൻഫെക്ഷനായിട്ട് അമ്മയ്ക്ക് ഷുഗർ കൂടി ആകെ പ്രശ്നമായി. പിന്നെ കൈ പഴുപ്പൊക്കെ ആയിട്ട് സർജറിയൊക്കെ ചെയ്തിട്ടാണ് മാറ്റിയല്ലടാ. അതെ. അപ്പോൾ അമ്മ വീട്ടിലുണ്ട്, അമ്മ റെസ്റ്റാണ്. പിന്നെ രേഷു ഉണ്ട്, രേഷുവും വീട്ടിലുണ്ട്. പ്രഗ്നൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അവൾ റെസ്റ്റാണ്, വീട്ടിലാണ്. അവൾ വരും. പിന്നെ അത് അച്ഛനാണെങ്കിൽ ശബരിമല ഓട്ടത്തിന് ഉപയോഗിക്കുവാണല്ലേ. അതെ. അപ്പം ഇന്ന് നമ്മുടെ പിള്ളേരെല്ലാവരും ഉണ്ട് ഇവിടെ, കൊച്ചു പിള്ളേരെല്ലാവരും ഉണ്ട്. നമ്മുടെ അല്ലുപ്പനൊക്കെ ഇല്ലേ. ഇവരെ കളിയാക്കി കേട്ടോ ഗൈസ്. അവിടെ അപ്പൂനാണെങ്കിൽ മുണ്ടുനീരായിരുന്നില്ലടാ, വയ്യായിരുന്നു കുറെ നാളിൽ. ഇപ്പൊ ഒരാഴ്ചക്ക് ശേഷം ഇപ്പോഴാണ് അങ്ങനെ അല്ലേ, 2 ആഴ്ചയായില്ലടാ. നമ്മള് നല്ല ഉണ്ണിമേരി മേടിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല മുളകിട്ട് കറി വെക്കാൻ പോകണം കേട്ടോ. കൂടാതെ നമ്മുടെ വീട്ടിൽ തന്നെ പച്ചക്കുരുമുളക് ഉണ്ട്, അതിട്ട് നമ്മൾ വറക്കും കൂടെ ചെയ്യാൻ പോവാ. ആണല്ലേ. നിങ്ങൾ വിളിക്കുന്നത് എന്തോ? പൊറോട്ടയോ? എന്താ പൊറോട്ട എന്ന് വിളിക്കുന്നത്? ആര് ശരിക്കും പൊറോട്ട എന്ന് വിളിക്കുന്നത്? യുവമാരൊക്കെ വിളിക്കുന്നതാണോ? അല്ലേ. അപ്പൊ നമ്മുടെ പിള്ളേരെല്ലാരും ഉണ്ട് അല്ലേടാ. അപ്പൊ എങ്ങനെയായിരുന്നു? അപ്പൊ യുവമാര് പറഞ്ഞാൽ നമുക്ക് ഇത് അണ്ണ കുറച്ച് ദിവസമായി നമ്മളിങ്ങനെ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പൊ യുവമാർക്ക് വേണ്ടി മേടിച്ചത് ഗൈസ്. അപ്പൊ എന്തായാലും പറഞ്ഞുകൊണ്ട് ബോർ അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോട്ട് പോയാലോ. ഗൈസ് അപ്പൊ നമ്മൾ അടുത്തതായിട്ട് മീനെല്ലാം വെട്ടി വൃത്തിയാക്കാൻ പോവാണ്. ഗൈസ് അപ്പൊ നമ്മൾ മീനെല്ലാം വെട്ടി വൃത്തിയാക്കി നമ്മൾ എഴുതുന്നുണ്ട് കേട്ടോ. ഗൈസ് അപ്പൊ അമ്മ വേണ്ട വന്നിട്ടുണ്ട് കേട്ടോ. അമ്മേ, അമ്മ റെസ്റ്റ് ആയിരുന്നല്ലേ? റെസ്റ്റ് ആയിരുന്നു. അമ്മയപ്പതേ മീൻകറി എങ്ങനെയാണ് വെക്കുന്നതെന്നൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാലും അമ്മ വെക്കുന്നതിൻ്റെ അത്രയും വരത്തില്ല. അപ്പോൾ അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി എൻ്റെ ഇവിടെ വന്നിപ്പുണ്ട്, എൻ്റെ ദേശീയ ഇവിടെ വന്നിപ്പുണ്ട്. അപ്പോൾ രണ്ടുപേരും അല്ലേ. അപ്പോൾ നമ്മുടെ പിള്ളേരെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് തുടങ്ങാനായിട്ട് പോവാണല്ലേ. നമ്മുടെ മീനെല്ലാം വെട്ടി തന്നെ ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഐശ്വര്യമായിട്ട് നമ്മളിത് പാത്രമൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ. ശുദ്ധവായു അല്ല, ശുദ്ധമായ കടുക്. ഗൈസ് അപ്പൊ നമ്മൾ വേണ്ട കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും ഇട്ട് കൊടുക്കാം. ബുക്ക് വായിക്കുന്നോട്ട് നീ ഇടേ. ഓ പൊട്ടുന്നേ. ഗൈസ് അപ്പൊ വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തോ. ഗൈസ് അപ്പൊ ഇന്ന് ഇവന്മാരെ ഏൽപ്പിച്ചേക്കുവാണ്. പാചകം മൊത്തം ഇവന്മാരെ ഏൽപ്പിച്ചേക്കുവാണ്. അപ്പൊ വേണ്ടേ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഗൈസ് അപ്പൊ നമ്മുടെ ഗൈസ് അപ്പോൾ ഒരു രസയിലോട്ട് നല്ല മണം വരുന്നുണ്ട്. ഈ മുളക് ഇങ്ങനെ മീൻകറി വെക്കുന്നതിന് വേണ്ടി ഒരു മണം വരുന്നില്ലേ, ആ ഒരു മണം വരുന്നുണ്ട് കേട്ടോ. ഇട്ടോ ഗൈസ് അപ്പൊ നമ്മൾ ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവാപ്പൊടിക്ക് എന്താണോ ഇംഗ്ലീഷിൽ പറയുന്നത്? ആണോ? എന്താടാ ഉലുവയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്നതാ? ഗൈസ് അപ്പൊ നേട്ടെ വെള്ളം ഒഴിച്ചെടുക്കുവാണേ. നമ്മള് പച്ച തണ്ണി ഒഴിക്കുവാണ് ഇതിൻ്റെ തൊട്ട്. തണ്ണി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വൈറ്റ് വാട്ടർ, വൈറ്റ് റാം എന്ന് കേട്ടിട്ടുണ്ട്. ഗൈസ് അപ്പൊ നമുക്ക് ഇനി പുളിയും പുളിവെള്ളം കൂടെ ഒഴിച്ചാൽ കൊടുക്കാം കേട്ടോ. ഓക്കെ.
പുളിയും പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ 1 കിലോ ഉപ്പിട്. കേസ് അപ്പോൾ വേണ്ട അവിടെ ജിൻസൺ പറഞ്ഞു 1 കിലോ ഉപ്പിട്ട് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 കിലോ കരിയേപ്പില ഇട്ട് കൊടുക്കാം. ഇങ്ങനെ പറഞ്ഞ പിന്നെ അതിനപ്പുറം ഇല്ല. 1 കിലോ നമ്മൾ ഉപ്പും 1/2 കിലോ കരിവേപ്പില നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആയിട്ടോ ആഹാ ഗൈസ് അപ്പോൾ നമ്മുടെ ചാറൊക്കെ തന്നെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി മീൻ ഇട്ട് കൊടുക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ തന്നെ ഐശ്വര്യമായിട്ട് വേണ്ട മീൻ ഇറക്കി കൊടുക്കുവാണേ. ഒന്ന് വേണ്ടേ 2 3 4 5. ഇപ്പൊ നമ്മുടെ മീനൊക്കെ ഇവിടെ പറ്റിക്കൊണ്ടിരിക്കണോ. പറ്റി കഴിയുമ്പോഴത്തേനും നല്ല പറ്റി കഴിയുമ്പോഴത്തേനും എല്ലാം സെറ്റ് ആവും അല്ലേ? അപ്പൊ അതെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മീനൊക്കെ ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുകയാണ്. നല്ലപോലെ ഒന്ന് പറ്റണം കേട്ടോ. എന്താടാ എടാ അത് പാടാ കഷ്ടമുണ്ടാ പാറ ഇത്രയും പേര് നിനക്ക് വേണ്ടി ഞാൻ ചോദിക്കുവോ പാറാ ആ വിട് ഓടിക്കഴിഞ്ഞാൽ വേണ്ട വേണ്ടത് കേട്ടോ. അല്ല നീ ഇവിടെ ഇരിക്കണം. എന്താ പറയാ നിന്നെ പെണ്ണ് കാണാൻ തന്നെയാണ് ഞങ്ങളെ. ഇവിടേക്ക് പാട നീ എനിക്ക് അറിയാതെ പാടണേ. ആ പാടിക്കോ. പറയാതെ പറയുന്ന കടുങ്കാപ്പി വിഴിയുള്ള കരളേ നിൻ കനവുണ്ടൻ കണ്ണിൽ. പറയാതെ പറയുന്ന കടുങ്കാപ്പി വിഴിയുള്ള കരളേ നിൻ കനവുണ്ടൻ കണ്ണിൽ. കടലോളം സ്നേഹം ഉള്ളിലുള്ളിലുണ്ട് പറയാനായി പലതും കാത്തുവച്ചതല്ല നിന്റെ കടുങ്കാപ്പിയൊന്നു കാണാൻ ഞാനും ആ കടലിന്റെ കടവത്ത്. ഇതിപ്പോ നമ്മുടെ ചെറുക്കൻ്റെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ആ പാട്ടിന്റെ അവസാനമായപ്പോഴത്തേന് സ്റ്റോറേജ് ഫുള്ളായി പോയി. ഇപ്പൊ എല്ലാവരും കമന്റ് ചെയ്യണം. നമ്മൾ മീൻ വറക്കാനായിട്ട് കൊടുക്കും അല്ലേ? അതെ എണ്ണയെല്ലാം ഒഴിച്ച് ഇതാണ് തിളച്ച് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് മീനിട്ട് കൊടുക്കാം. അതെ മീൻ വറക്കാനുള്ള മസാല ഞാൻ തേച്ചോണ്ടിരിക്കണോ. അതെ അപ്പോൾ അതെ പച്ചക്കുരുമുളകാണ് അതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. പച്ചക്കുരുമുളകും മസാല എല്ലാം കൊണ്ട് നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് തേക്ക് അങ്ങോട്ട് ഗൈസ്. അപ്പോൾ അതെ മീനൊക്കെ അങ്ങോട്ട് മസാല തേക്കുവാണ് കേട്ടോ. അപ്പോൾ ഒരു രക്ഷയില്ല, നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലാണ് എല്ലാ പിള്ളേരെല്ലാവരും ഉണ്ട് കേട്ടോ. ഗൈസ് അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇങ്ങനെ മസാല തേച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഓ അപ്പോൾ ഇത് അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല മീൻ കറി നല്ല വറുത്ത മീനും. നമ്മുടെ മീനെ നമ്മളത് എണ്ണയിലോട്ട് ഇറക്കി കൊടുക്കുവാണേ. ആഹാ ഗൈസ് അപ്പോൾ നമ്മൾ വറക്കാനുള്ള മീൻ തേട്ടെ ഇറക്കി കൊടുത്തിട്ടുണ്ടേ. ഗൈസ് അപ്പോൾ അവിടെ അല്ലിപ്പനൊക്കെ വന്നിട്ടുണ്ട്. അല്ലിപ്പനൊക്കെ തിരക്കാ കേട്ടോ. എവിടെ പോയേക്കോ ചേട്ടാ? വീട്ടിലെന്തോ പരിപാടി? എന്താ വീട്ടിൽ അയ കെട്ടുവാണോ? അതാണ് നിങ്ങളെ കാണാത്തത്. എന്തൊക്കെയാ ഗൈസ് അപ്പോൾ നമ്മുടെ മീനെല്ലാം വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇതേണ്ട ഇതപ്പോൾ നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. ഓക്കെ ആഹാ എണ്ണയാണ് മാറി നിൽക്കുക. മുഖം വെന്ത് പോവും. ഇങ്ങോട്ട് അടുത്ത് കാണിക്കണം. അടുത്ത ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി സാധനം കേട്ടോ. വെച്ചോ എന്തോടാ നീ MVD ആണോ? എന്താ മോഡിഫിക്കേഷൻ? അയ്യോ പിന്നെ മിക്കവാറും പൊക്കാനാ കേട്ടോ. എന്താ നീ ആരാ? MVD ഓണം പീടി എന്ന് കേട്ടിട്ടുണ്ട്. എന്താ MVD എന്നുവെച്ചാ? ആ പുള്ളിക്കാരനോ? MVD അല്ലേ MVD. നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ നമ്മൾ തിളച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മേ റെഡിയാറായോ? അമ്മേ തയ്യാറായി വരുന്നുണ്ടല്ലേ. ഒരു സൈഡിലാണ് നമ്മുടെ മീനെല്ലാം ഇതിന് തിളക്കുന്നുണ്ട്, മറു സൈഡ് വേണ്ട മീൻ വറുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഗോകുൽ പാട്ട് പാടാൻ പോവാണ്. പാടിയോ? സദര പദര ഉരുവന പദര അലലേ അലടൂ ഊരു പ്ലേ
கேட்டு 10,000 நாராவ கொண்டு அத்தாடு நீ எத்தனலோ அத்தனலா பார்த்தா அச்சமெல்லாம் ஹிஸ்டரியா கேட்டா ஒரு ஒன்று மெஞ்சின வச்சு செத்தனல பார்த்தா ഹിസ്റ്ററിയാ കേട്ടാ മണ്ണെണ്ണ ഓക്കെ ഓക്കെ അപ്പൊ പാട് ഇഷ്ടപ്പെട്ടെങ്കിൽ ആരും കമന്റ് ചെയ്യാം കേട്ടോ. ഈ സമയത്ത് നമ്മളെ മീനൊക്കെ അങ്ങോട്ട് തിരിച്ചിടോ, അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. മണം വരുന്നുണ്ടോ? ഈ സമയം ഇവന്റെ ഫോണിന്റെ അകത്ത് പറയുമെന്നാ പറഞ്ഞത് കേട്ടോ. എന്താ നമുക്ക് നോക്കാം. എന്താ പറയടാ? ആര് പറയും? 5 മണിയാകുമ്പോ പറയുമെന്ന് പറഞ്ഞു കേട്ടോ. ഒന്നും പറയുന്നില്ല. ഇവിടെ 5 മണി ആയിട്ടുണ്ട്. 5 മണിക്ക് അലാറം വെച്ചേക്കോ. വീട്ടിൽ പോകണോ? വരുത്തില്ല പോയിട്ട് എന്നാ കൊണ്ടുവച്ചോ. വരുവോ? നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ കഴിക്കാനായിട്ട് ഇവിടെ അടിപൊളി നമ്മുടെ ചോറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ ആ മീൻകറി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ എന്തോ കറിയായിരുന്നല്ലേ, അടിപൊളി കറി കേട്ടോ ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് ഈ കളർ കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലൈറ്റിന്റെ വെട്ടം കൊണ്ടാണ് ഇത്ര റെഡ് ആയിട്ട് കാണുന്നത് കേട്ടോ. അല്ലാതെ മുളക് പൊടി കൂടുതലൊന്നും അല്ല. മീനെ കൂടെ എടുത്ത് വെക്കുവാണ്. ആഹാ ഓ നമ്മുടെ പിള്ളേരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പൊ എല്ലാവരും ഞങ്ങളുടെ വെയിറ്റിംഗ് ആയിരുന്നതേ. ഇവിടെ നമ്മൾ മീൻകറി എല്ലാം ഇറക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പുറത്ത് കണ്ട് നമ്മുടെ മീൻ വറുത്തത് ഇവിടെ വെച്ചിട്ടുണ്ട്. ആ പല്ലിപ്പരൊക്കെ കണ്ടുപിടുന്ന കോതിയടിയോ അല്ലേ. നമ്മുടെ മീൻ ഫ്രൈ അങ്ങോട്ട് വെച്ചു കൊടുക്കാം അങ്ങോട്ട്. ഓ ഇത് കണ്ടോ പച്ചക്കുരുമുളകൊക്കെ ഉണ്ടോ? നമ്മുടെ മീൻ വറുത്തതിന്റെ മണ്ടയ്ക്ക് പച്ചക്കുരുമുളകൊക്കെ ഇവിടെ കിടക്കുന്നുണ്ടോ? നമ്മള് കഴിക്കാനായിട്ട് പോകണം കേട്ടോ. അപ്പൊ അതെ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കഴിച്ചാലോ? എങ്ങോട്ട് ഗൈസപ്പതേ എല്ലാരും ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അത് നേരമൊക്കെ അങ്ങ് ഇരുട്ടി മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പൊളിയായിട്ടുണ്ടല്ലേ? എങ്ങോട്ട് ഈ പറ എങ്ങോട്ടെന്ന്? നല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല ക്രിസ്പി ആൻഡ് കറുമുറായിട്ടുണ്ട്. പിന്നെ നല്ല ഒരിഞ്ഞ സാധനമാണ്. മീൻ വറുത്ത എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മീൻകറി അതിനേക്കാളും ഇഷ്ടപ്പെട്ടു. എല്ലാം കൊള്ളാം. സൂപ്പറാണോ? സീനല്ലേ? അടിപൊളി. എങ്ങനെണ്ടാ? സൂപ്പറാണോ? അടിപൊളിയാ. എങ്ങനെണ്ടാ? സൂപ്പറാണല്ലേ? എങ്ങനെണ്ടാ? സൂപ്പർ അല്ലേ? സൂപ്പർ. എങ്ങനെണ്ടാ? ഗൈസ് അപ്പൊ ഞാൻ കഴിച്ചു വെക്കാനായിട്ട് പോവാണ് കേട്ടോ. അതുപോലെ തന്നെ അമ്മയൊക്കെ ആണെങ്കിൽ അകത്താണ് കേട്ടോ. അമ്മയ്ക്ക് ചോറൊന്നും കഴിക്കാൻ പറ്റുന്ന റെസ്റ്റാണ്, രേശു റെസ്റ്റാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ കഴിക്കാനായിട്ട് പോവാണ്. അപ്പം ഇത് കണ്ടോ, നമ്മൾ വണ്ടിപ്പൊടി ഇങ്ങോട്ട് മാറിയിട്ട് ഈ ചാറ് ഇങ്ങനെ അങ്ങോട്ട് കുഴക്കണം. അങ്ങനെ ഒരു പീസ് മീൻ ഇങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് ഇത് കണ്ടോ. അടുത്തൊരു മീൻ കേട്ടോ. അടിപൊളി കേട്ടോ. ഉണ്ടോ ഇച്ചിരി വറുത്ത മീനും ഏസപ്പ വേണ്ടേ. മീനിൻ്റെ ചാറുണ്ട്, മീനിൻ്റെ ചാറുണ്ട്. ഇതിൽ നിന്ന് ഒരു കഷ്ണം വറുത്ത മീനും എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. എങ്ങോട്ടാ കുറപ്പിച്ച് കഴിച്ചേ? സൂപ്പറാ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്തോ മീൻ വറുത്തതായിരുന്നു. അപ്പൊ ഒരു രക്ഷയിലായിരുന്നു, അടിപൊളി സാധനമായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർക്കെല്ലാം വീട്ടിൽ പോകണം, ലേറ്റ് ആയി കേട്ടോ. ഇവരാണെങ്കിൽ അങ്ങ് ലോങ്ങിന്ന് വന്ന കേട്ടോ. വീട്ടിൽ മടല് വെട്ടി അടിക്കാന്ന് പറഞ്ഞ കേട്ടോ. സൂപ്പറായിരുന്നോ? സൂപ്പർ. അതെ എടാ, ഇനി അടുത്ത് നമുക്ക് ഏത് വീഡിയോ വേണ്ടത്? പോത്തുംകാലോ?
നമുക്ക് അടുത്ത ഞായറാഴ്ച സെറ്റ് ചെയ്യാം. ഓക്കെ, ഞായറാഴ്ച ശനിയാഴ്ച സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഗൈസ് അപ്പം പിള്ളേർക്കെല്ലാം വീട്ടിൽ പോണല്ലോ. അതെ, അതാണ് സീൻ. അതാണ് സീന്. അപ്പം അതാണ് നമ്മുടെ ലൈറ്റൊക്കെ നമ്മുടെ സേതോട് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ റിംഗ് ലൈറ്റ് ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങളുടെ അക്വാറിയത്തിൻ്റെ മണ്ടയ്ക്ക് വെച്ച് ലൈറ്റ് നമ്മൾ അടിച്ചിട്ട് വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ അതെ ഇത് കണ്ടോ. അതെ അതെ. അപ്പോൾ ഗൈസ് അപ്പം ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോവുകയാണ്. നമ്മുടെ പിള്ളേർക്കെല്ലാം വീട്ടിൽ പോകണം. ഗൈസ് അപ്പം ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം.